കുറച്ച് മാങ്ങയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് കട്ട് ചെയ്ത് നല്ലൊരു അച്ചാറാക്കി വെച്ചേക്കാം. നമുക്ക് കറിയൊക്കെ ഇല്ലാത്തപ്പോൾ ഒന്ന് തൊട്ട് കൂട്ടാലോ. അങ്ങനെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചു. അതിനുശേഷം ഞാൻ കടുകെടുത്ത് ആവശ്യത്തിന് കടുകെടുത്ത് വറുത്തു. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉലുവയും കൂടി എടുത്തു വറുത്തു. രണ്ടും കൂടി ഇടികല്ലിലിട്ടിട്ട് നന്നായിട്ട് ഇടിച്ചെടുത്തു. പിന്നെ നമ്മളിത് മിക്സിയിലൊക്കെ അരക്കാൻ പോയാൽ കുറച്ച് മിക്സിയിലൊക്കെ പറ്റും. ഇടികല്ലിലാണെങ്കിൽ അത് നന്നായിട്ട് അങ്ങോട്ട് ഇടിച്ചെടുക്കാം. ഒട്ടും നമുക്കത് നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വിനെഗർ, നല്ലെണ്ണ, ഉപ്പ്, കറിവേപ്പില, പിന്നെ അതുപോലെ മുളക് പൊടി, എരിവിൻ്റെ മുളക് പൊടി, അതുപോലെ തന്നെ കാശ്മീരി പൗഡറുണ്ട്. അങ്ങനെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് അധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അങ്ങനെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഞാൻ അലുമിനിയം പാത്രം ആയതുകൊണ്ട് കുറച്ചധികം ശ്രദ്ധിക്കാനുമുണ്ട്. അങ്ങനെ ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. സെറ്റായി വന്ന സമയത്ത് ഞാൻ അച്ചാറിന് ആവശ്യമായ മുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കുളിപ്പിച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതുവരെ നമ്മൾ ചെറിയ തീ നന്നായി കുറച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മുളക് പൊടി ഇടാവുള്ളൂ. അല്ലെങ്കിൽ മുളക് പൊടിക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാകും. അത് നമ്മൾ ഒഴിവാക്കി എടുക്കണം. അതിനുശേഷം ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് വിനാഗിരി കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി വിനാഗിരി ഒഴിച്ചിട്ടില്ല. ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചത് ഞാൻ നന്നായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് ഈ മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മാങ്ങ ഇതിൻ്റെ അകത്തൊന്ന് കിടന്ന് കുളിച്ച് ഇതിൻ്റെ രസങ്ങളൊക്കെ മാങ്ങയിലോട്ടങ്ങ് പിടിക്കട്ടെ. അങ്ങനെ പിടിക്കുന്നവരെ നമുക്ക് ഇതിലോട്ടങ്ങോട്ട് മുക്കിയിട്ട് കൊടുക്കാം മാങ്ങ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും കടുകും കൂടെ പൊടിച്ച് ഇട്ട് കൊടുത്തു. കായപ്പൊടി വേണ്ടുവോളം ഇട്ട് കൊടുത്തു. അതുകൂടാതെ കുറച്ച് ഉപ്പുകല്ലും കൂടി മേലെ വെച്ചിട്ട് ഞാനിത് അടച്ച് വെച്ചു. കുറച്ചധികം സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓപ്പൺ ആക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അതിലോട്ട് വരുന്നത്. കാരണം കായവും ഉലുവായും എല്ലാം കൂടി സെറ്റായി അങ്ങോട്ട് മേലെ കിടക്കുകയാണ്. കൂടാതെ നമ്മളുടെ യഥാഷ്ടം ഇട്ട് വെച്ചിരിക്കുന്ന നമ്മളുടെ കായപ്പൊടിയും കൂടെ ആണല്ലോ. അങ്ങനെ എല്ലാം കൂടെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുന്ന സമയം അതിൻ്റെ ചൂടൊക്കെ പോയി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. പിന്നെ മാങ്ങ അങ്ങോട്ട് പച്ചക്ക് തന്നെ ആയതുകൊണ്ട് ആ പച്ച ടേസ്റ്റിലൊരു അച്ചാർ വളരെയധികം ടേസ്റ്റാണ് കേട്ടോ. നല്ല പുളിയും എല്ലാം ഒരേപോലെ ചേർന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഭരണിയിലാക്കി സൂക്ഷിച്ച് വെക്കാൻ പോവുകയാണ്. അങ്ങനെ 2-3 പാത്രത്തിലൊക്കെ റെഡിയാക്കി ഈ വർഷത്തിനുള്ള മാങ്ങാച്ചാർ റെഡിയാക്കി. മാങ്ങ ഒത്തിരിയുള്ള സീസണാണ്. മറക്കാതെ എല്ലാവരും മാങ്ങാച്ചാർ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കണം. നമുക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഇച്ചിരി കഞ്ഞിയിലോട്ട് മാങ്ങാച്ചാർ ഇട്ട് കുടിക്കാൻ വളരെയധികം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് പറയണേ. ബൈ ബൈ.